സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. ആലപ്പുഴ കായംകുളം ചേരാവള്ളി സ്വദേശി സലീനയാണ് മരിച്ചത്. വീടിന്റെ പരിസരത്തു നിന്നാണ് സലീനയ്ക്ക് പാമ്പുകടിയേറ്റത്. ഫൈസൽ അസീസ് വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, പാമ്പുകടിയേറ്റ് ഒരു 3 ദിവസത്തിനിടെ 3ാമത്തെ മരണമാണ് സംഭവിക്കുന്നത്. സലീനയ്ക്ക് എപ്പോഴാണ് കടിയേറ്റത്? മതിയായ ട്രീറ്റ്മെന്റ് നൽകാൻ കഴിഞ്ഞില്ലേ? എന്താണ് സംഭവിച്ചത്? സൈഫുദ്ദീൻ, വീടിന്റെ പരിസരത്ത് നിന്നല്ല കടിയേറ്റത്. അതായത് സലീനക്ക് കടിയേറ്റത് ബന്ധുവിന്റെ വിവാഹ ചടങ്ങിന് പോയ സമയത്ത് അവിടെ വെച്ചായിരുന്നു കടിയേറ്റത്. കൊറ്റംകുളങ്ങരയിലായിരുന്നു ഈ ബന്ധുവിന്റെ വിവാഹം ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ സൽക്കാര ചടങ്ങിന് ശേഷം വണ്ടി എടുക്കാൻ, അതായത് ഈ ഒരു ഒഴിഞ്ഞ പറമ്പിലായിരുന്നു വണ്ടി വെച്ചത്. ആ വണ്ടി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ വെച്ചാണ് പാമ്പിന്റെ കടിയേറ്റത്. ഇപ്പോൾ ഈ രാത്രി 7:30ക്കാണ് സംഭവം. ഇന്ന് രാത്രി 7:30യോടെയാണ് ഈ സംഭവം സംഭവിച്ചത്. അതിനുശേഷം ഇവരെ കായംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചിരുന്നു. ഏതായാലും ആലപ്പുഴയിലെ കായംകുളത്ത് വടക്കേത്തോപ്പിൽ, ചേരാവള്ളി വടക്കേത്തോപ്പിൽ സലീനയാണ് മരിച്ചത്. 42 വയസ്സുകാരിയാണ്. ഈ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിന് ശേഷം വിവാഹ സൽക്കാരത്തിന് ശേഷം വാഹനം എടുക്കാൻ പോയപ്പോഴായിരുന്നു ഈ പാമ്പിന്റെ കടിയേറ്റത്. ശരി, ഫൈസൽ അസീസാണ് വിശദാംശം നൽകിയത്. മുമ്പെങ്ങുമില്ലാത്ത വിധം ചൂട് അനുഭവിക്കുകയാണ് കേരളം. കൂടുന്ന ചൂട് പലതരത്തിലുള്ള അപകടങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടമാണ് പാമ്പുകടി. ദിവസങ്ങൾക്കിടെ മാത്രം 2 കുട്ടികളും ഒരു മുതിർന്നയാളും ഉൾപ്പെടെ 3 പേരാണ് വീട്ടിനുള്ളിൽ നിന്ന് പാമ്പുകടിയേറ്റ് മരണത്തിന് കീഴടങ്ങിയത്. കുട്ടികളടക്കം നിരവധി പേർ കടിയേറ്റ് ഇപ്പോഴും ചികിത്സയിലുമുണ്ട്. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും 2 കുഞ്ഞുങ്ങൾ മരിച്ചത് ഉറക്കത്തിലാണ്. അതുകൊണ്ട് ഈ ചൂടുകാലത്ത് നമ്മുടെ പകലും രാത്രികളും നല്ല ജാഗ്രതയോടെ ആയിരിക്കണം. ചൂട് അധികമായത് കാരണം പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ അവരുടെ മാളങ്ങൾ വിട്ട് തണുപ്പുള്ള മേഖലകൾ തേടി അലയുന്ന സമയം കൂടിയാണ്. സ്വാഭാവികമായും അവരുടെ മേച്ചിൽ പുറങ്ങൾ നമ്മുടെ വീടകങ്ങളാകാം, ബെഡ്റൂമുകളാകാം, തലയിണയുടെ അടിഭാഗമാകാം, ഗ്യാസ് സിലിണ്ടറിന്റെ അടിഭാഗമാകാം. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളാകാം. ഭയമല്ല, ജാഗ്രതയാണ് ഇവിടെയും വേണ്ടത്. ആ ജാഗ്രത എങ്ങനെയായിരിക്കണം? പാമ്പിന്റെ കടിയേൽക്കാതിരിക്കാൻ ഇനി കടിയേറ്റാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? വിശദമായി നോക്കാം. അകത്ത് പാമ്പുണ്ട്, സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിന് നൽകിയിരിക്കുന്ന ടൈറ്റിൽ. എന്ന് വെച്ചാൽ മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാമ്പുണ്ട്, സൂക്ഷിക്കണമെന്ന് കുട്ടികളോടൊക്കെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട്. രാത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാത്രി നിരത്തിലേക്ക് ഇറങ്ങുമ്പോഴോ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴോ ഒക്കെ പാമ്പുണ്ടാകും, സൂക്ഷിക്കുക. ഇപ്പോൾ പക്ഷെ നമ്മൾ പറയുന്നു അകത്ത് തന്നെ പാമ്പുണ്ട്, നല്ല പോലെ സൂക്ഷിക്കണം. അങ്ങനെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, നാം എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇനി നമ്മൾ നൽകുന്നത്. പേടിക്കരുത്, അനക്കരുത്, മുറുക്കിക്കെട്ടരുത്. പാമ്പ് കടിയേറ്റു എന്ന് ബോധ്യപ്പെട്ടാൽ പേടിക്കരുത്, പരിഭ്രമിക്കരുത് എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. പേടിച്ചാൽ ഹൃദയമിടിപ്പ് കൂടുകയും വിഷം ശരീരത്തിൽ വേഗത്തിൽ പടരുകയും അത് ജീവൻ അപകടത്തിലാക്കാൻ ഇടയാക്കുകയും ചെയ്യും. കടിയേറ്റ ഭാഗം അധികം അനക്കാതെ സൂക്ഷിക്കുക എന്നതാണ് പിന്നീട് ചെയ്യാനുള്ളത്. കൈകാലുകളിലാണ് കടിയേറ്റതെങ്കിൽ അത് ഹൃദയത്തിന്റെ നിരപ്പിന് മുകളിലേക്കായി കയറ്റി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം പാമ്പ് കടിയേറ്റാൽ കടിയേറ്റ ഭാഗത്തിന് അപ്പുറവും ഇപ്പുറവും തുണിയെടുത്ത് കെട്ടുന്നൊരു ശീലം നമുക്കുണ്ട്. അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ വരിഞ്ഞു കെട്ടുന്നത് രക്തയോട്ടം തടയുകയും അവയവം മുറിച്ചു മാറ്റുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേക്കാം. ഒപ്പം കടിയേറ്റ ഭാഗം മുറിക്കുകയോ വിഷം ഞെക്കിക്കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ചിലരൊക്കെ വായ കൊണ്ട് വിഷം ഊറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്തരം പ്രവർത്തികൾ അണുബാധയ്ക്കും വിഷം വേഗത്തിൽ പടരാനും കാരണമാകും. ഇനി ചെയ്യേണ്ടത് വസ്ത്രങ്ങൾ മാറ്റുക, മുറിവ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. കടിയേറ്റ ഭാഗത്ത് വീക്കമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇറുകിയ വസ്ത്രങ്ങൾ, മോതിരം, വാച്ച്, വള തുടങ്ങിയവ വേഗത്തിൽ അഴിച്ചു മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് മുറിവ് സോപ്പും വെള്ളം ഉപയോഗിച്ച് സാവധാനം കഴുകി വൃത്തിയാക്കണം. വളരെ റഫായി മുറിവിൽ ഉരസരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വയം ആരും ഡോക്ടറാകരുത്. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുറിവ് വൃത്തിയാക്കിയതിനു ശേഷം വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പച്ചമരുന്നും സമാന്തര ചികിത്സകളും ഒക്കെയായി ബദൽ മാർഗങ്ങൾ തേടി സമയം കളയരുത്. അത് അപകടം ചെയ്യും. മാത്രവുമല്ല, ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് വേദനാസമാരികളോ മറ്റു മരുന്നുകളോ നൽകരുത്. ആരെങ്കിലും ഇനി തന്നാൽ തന്നെ അത് മേടിച്ച് കഴിക്കുകയും ചെയ്യരുത്.
ഇനി ചെയ്യാനുള്ളത് പാമ്പിനായി സമയം കളയരുത് എന്നുള്ളതാണ്. കടിച്ച പാമ്പിനെ കണ്ടെത്തി ഈ ആളിനൊപ്പം രോഗിക്കൊപ്പം പാമ്പിനെ കൂടി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പലപ്പോഴും ചിലർ. പാമ്പിനെ പിടിക്കാൻ വേണ്ടി സമയം കളയുമ്പോൾ ഇപ്പുറത്ത് കടിയേറ്റയാളുടെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാമ്പിനെ തിരഞ്ഞ് സമയം കളയരുത്. പാമ്പ് കടിയേറ്റു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സോപ്പ് ഉപയോഗിച്ച് ആ മുറിവ് വേഗത്തിൽ വൃത്തിയാക്കിയതിനു ശേഷം വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുക, ആന്റിവെനം നൽകുക എന്നുള്ളതാണ് വേഗത്തിൽ ചെയ്യേണ്ട കാര്യം. ഇനി ഉറക്കത്തിൽ കടിയേറ്റാണ് ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിരിക്കുന്നത് ഉറക്കത്തിൽ കടിയേറ്റാണ്. അങ്ങനെ ഉറക്കത്തിൽ കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കരയാൻ സാധ്യതയില്ല. കാരണം പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെന്നല്ല മറ്റുള്ള മുതിർന്നവർ തന്നെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇനി 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചൊറിച്ചിലോ തടച്ചിലോ ഒക്കെ ഉണ്ടായി ഈ കുട്ടികളോ മുതിർന്നവരൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ ഇത് പാമ്പ് കടിയേറ്റതാണോ എന്ന് തോന്നാനുള്ള ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. വയറുവേദന ഉണ്ടാകും, കണ്ണുകൾ തുറക്കാനുള്ള പ്രയാസമുണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. വയറുവേദന, കണ്ണുകൾ തുറക്കാനുള്ള പ്രയാസം. അപ്പോൾ ഈ 2 ലക്ഷണങ്ങൾ ഉണ്ടായാൽ തന്നെ വേഗത്തിൽ പരിശോധിക്കുക. പാമ്പ് കടിയേറ്റാൽ പാമ്പിൻ്റെ പല്ല് പതിഞ്ഞ അടയാളം ഉണ്ടാകും. ആ അടയാളം കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നീട് സംസാരിക്കാനുള്ള പ്രയാസം ഉണ്ടാകും. ഉറക്കത്തിൽ കടിയേറ്റാൽ മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിൽ കടിയേറ്റാലും ഒരേ ലക്ഷണങ്ങൾ തന്നെയാണ് രോഗി കാണിക്കാറ്. ഒന്ന് വയറുവേദന, കണ്ണുകൾ തുറക്കാൻ പ്രയാസം അനുഭവപ്പെടുക, സംസാരിക്കാനുള്ള പ്രയാസം ഉണ്ടാവുക, ശ്വാസതടസ്സം ഉണ്ടാവുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിനുള്ള ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ശബ്ദത്തിൽ ഇടർച്ച ഉണ്ടാകും, ശബ്ദം പൊങ്ങാതിരിക്കും, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഒപ്പം ശ്വാസതടസ്സവും ഉണ്ടാകും. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റതാണ് കുട്ടിക്ക്, അല്ലെങ്കിൽ മുതിർന്ന ആളാണെങ്കിൽ അങ്ങനെ പാമ്പ് കടിയേറ്റതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേഗം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ തിരിയുക എന്നുള്ളതാണ്. ഇനി പാമ്പുകളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. കാടും പടർപ്പും വെട്ടുക, പൊത്തുകൾ അടക്കുക. ഇപ്പോൾ ചൂടുകാലമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂടുകാലമായി കഴിഞ്ഞാൽ പാമ്പുകൾ അവരുടെ മാളങ്ങൾ വിട്ട് ഈ തണുപ്പുള്ള ഏരിയകളിലേക്ക് വരുന്നത് എല്ലാ കാലങ്ങളിലും കണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള, നമ്മുടെ ചുറ്റുപാടിലുള്ള കാടും പടർപ്പും ഒക്കെ വെട്ടുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം സമീപത്ത് മതിലിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ഒക്കെ പൊത്തുകൾ ഉണ്ടെങ്കിൽ അത് അടക്കുക. വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിടുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സാധാരണഗതിയിൽ ചൂടുകാലമാണെങ്കിൽ കാറ്റ് വന്നോട്ടെ എന്നൊക്കെ കരുതി നമ്മൾ വാതിലുകളും ജനലുകളും തുറന്നിടാറുണ്ട്. അത് ചെയ്യരുത്. വാതിലും ജനലുകളും ഒക്കെ അടച്ചിടാൻ ശ്രദ്ധിക്കണം. കാരണം ചുവരിലൂടെയും ഒപ്പം നമ്മുടെ വീടിനടുത്തുള്ള മരങ്ങളിലൂടെയും ഒക്കെ ഈ പാമ്പുകൾ ഇഴഞ്ഞകത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലത്ത് കിടന്നുറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ശരി, ഇനി ചെയ്യാനുള്ളത് മാലിന്യങ്ങൾ നീക്കുക. വിറകുകൾ കൂട്ടിയിടരുത്. വീടിന് സമീപത്ത് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കും, നമ്മളത് മാറ്റാതെ ഇടും. അതിന് അടിയിലായി പാമ്പുകൾ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. വിറകുകൾ കൂട്ടിയിടാറുണ്ട് പലപ്പോഴും പഴയ വീടുകളിലൊക്കെ. ഇതിനുള്ളിലാണ് പലപ്പോഴും പാമ്പുകൾ വന്ന് കൂടാറുള്ളത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഉണരുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഉണരുക എന്ന് പറയാനുള്ള കാരണം നമ്മൾ എവിടെയാണ് കിടക്കുന്നത്, ബെഡിലാണെങ്കിലും താഴെയാണെങ്കിലും ഒക്കെ ബെഡ്ഷീറ്റും തലയിണയും ഒക്കെ കൃത്യമായി തട്ടുക. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായി നോക്കുക. ഇനിയിപ്പോൾ താഴെയാണെങ്കിൽ തന്നെ താഴെ നമ്മൾ വിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് കൃത്യമായി ഉണർന്നിരിക്കുക എന്നുള്ളതും കൂടി ഈ പാമ്പ് കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഷൂസും ബാഗും ഹെൽമെറ്റും ഒക്കെ പരിശോധിക്കുക. നമ്മൾ രാവിലെ ഷൂസ് എടുത്തിടുമ്പോൾ പുറത്തായിരിക്കും, തലേന്ന് അഴിച്ചു വെച്ചത് പുറത്തായിരിക്കും. ആ ഷൂവിനകത്ത് പലപ്പോഴും പാമ്പുകൾ വന്ന് കൂടും. കാരണം ഒരു തണുപ്പ് തേടി വന്ന് കൂടിയത് അതിനകത്തായിരിക്കാം. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ രാവിലെ ആ ഷൂ എടുത്ത് ഇടുമ്പോൾ സ്വാഭാവികമായും പാമ്പിൻ്റെ കടിയേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ വേണം. ബാഗുകളും അതേപോലെ നമ്മൾ അശ്രദ്ധമായി ഇടാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന് ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റിനകത്ത് ബൈക്കിന് മുകളിലേക്ക് കയറി ഹെൽമെറ്റിനകത്തൊക്കെ ചുരുണ്ടുകൂടിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരി, നമ്മൾ കോവിഡ് കാലത്തും മറ്റു കാലങ്ങളിലും ഒക്കെ പറയുന്നത് പോലെ ഭയമല്ല, ജാഗ്രത മാത്രമാണ് വേണ്ടത്. ഇന്നിപ്പോൾ 3 ദിവസത്തിനിടെ പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം 3 ആയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഒരു സ്ത്രീ കൂടി മരിച്ചിരിക്കുന്ന 2 കുഞ്ഞുങ്ങളും. അപ്പോൾ നല്ല ജാഗ്രതയും നല്ല ശ്രദ്ധയും മാത്രമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. നമ്മളെ ചുറ്റുപാടുകൾ കാര്യമായി ശ്രദ്ധിക്കുക. പാമ്പ് വന്നു കൂടാൻ സാധ്യതയുള്ള ഇടങ്ങളൊക്കെ കൃത്യമായി വെട്ടിയും പടർപ്പും ചുറ്റുപാടുമൊക്കെ വൃത്തിയാക്കിയും പാമ്പിന് അങ്ങോട്ടേക്ക് ഒരു മേച്ചിൽ പുറങ്ങൾ ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് കാര്യമായി ശ്രദ്ധിക്കാനുള്ളതൊപ്പം ഒരിക്കൽ കൂടി പറയുന്നു, ഭയമല്ല, ജാഗ്രത തന്നെയാണ്.